ഒരു സാധനം നമുക്ക് കേട്ടോ. അപ്പൊ നമ്മള് അടിച്ചു പൊളിക്കാനും മൈലാഞ്ചി ഇടാൻ കേട്ടപ്പോ മാമാനെ കടാനൊക്കെ. അപ്പൊ ഇത് ഞാൻ വേഗം കഴിക്കും ഞങ്ങളെ എടുക്കും. അപ്പൊ ആ സാധനത്തിന് ഈ സാധനം വാങ്ങി. ആ സാധനത്തിന് ഈ സാധനമല്ല, സ്റ്റെൻസിൽ. ആ പറ. യെസ് നിങ്ങൾ മൈലാഞ്ചി ഇടാൻ കൊടുക്കേ. അപ്പോൾ ഗായ്സ് നമ്മൾ മൈലാഞ്ചി ഇടാൻ പോകട്ടെ. കല്യാണത്തിൻ്റെ ഒരു ഫൈനൽ ഒരുക്കമാണ്. കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മൈലാഞ്ചി, മുല്ലപ്പൂ അതൊക്കെയുള്ള ഓർമ്മ വരിക. അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഹോം സ്റ്റേയിൽ, പുത്തമ്പള്ളി ഹോം സ്റ്റേയിൻ്റെ സൈഡിലുള്ള ഒരു ലേഡി ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാട്ടത്. ഇവിടെ ഞാൻ കയറിയപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമായി ഗൈസ്. വേറെ ഒന്നുമല്ല, അവിടെ നല്ല അടിപൊളി വളമാലയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ എല്ലാ ഡ്രസ്സിക്കും വാങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്വപ്നത്തിലുള്ള, എൻ്റെ മനസ്സിലുള്ള വളമാലയൊക്കെ ഞാൻ ഈ കടയിൽ കണ്ടു കേട്ടോ. അപ്പം ഇനി എന്നെപ്പോലെ നിങ്ങൾക്ക് നിരാശ തോന്നണ്ട, നല്ല വളമാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുത്തമ്പള്ളി ഹോം സ്റ്റേയിൻ്റെ സൈഡിലുള്ള ലേഡി ബ്യൂട്ടിയിൽ പോവാം. പിന്നെ മെഹന്തി ഞങ്ങൾ ഇട്ടത് കഴിഞ്ഞ തവണ, അതായത് നിക്കാഹിന് ഇട്ട സെയിം സ്ഥലത്ത് നിന്ന് തന്നെയാണ്. സന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് ഇട്ട് തന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഫാമിലി തന്നെയുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഐശുട്ര കയ്യിലാണ് ഇട്ടത്. അവൾക്കൊരു സ്റ്റെൻസിൽ ചാവക്കാട് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് സ്റ്റെൻസിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരണം. ക്ഷമ തീരില്ല, കണ്ടിരിക്കണ ഇരിപ്പുണ്ടോ ഉരുട്ടേയും ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്ക് എന്താ വാങ്ങിച്ചത്, നമ്മുടെ ബിഗ് ബി ഉണ്ടല്ലോ അതാ വാങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് ചോക്കുമല്ലോ, ഇടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ തന്നെ അത് കഴുകി കളയാൻ വേണ്ടി വരും. അതാണ് നമ്മൾ ഐശുട്ടി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടെടുത്ത് നിന്ന്, കാരണം നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ. ഈ മൈലാഞ്ചി ഇടുന്ന ആൾക്ക് പണിയുണ്ടെങ്കിലും കൈ കാണിച്ചു കൊടുക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇരുന്ന് ബോറടിക്കില്ല. അപ്പോൾ കുറച്ച് മാങ്ങൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി, നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കടയിൽ നിന്ന് തന്നെ ഞാൻ മൈലാഞ്ചി ട്യൂബ് വാങ്ങിച്ചിട്ടോ. പക്ഷേ കടക്കാരെ കുഴപ്പമില്ല, മൈലാഞ്ചി ട്യൂബിൻ്റെ കുഴപ്പമാണ്. മൈലാഞ്ചി ട്യൂബ് ഇനി ഇരുന്ന് കുറച്ച് ഡ്രൈ ആയതാണോ എന്താണോ എന്നറിയില്ല. ഞാനാണെങ്കിൽ വേറെ ട്യൂബൊന്നും വാങ്ങിച്ചില്ല. ഇത് നന്നായിട്ട് ചോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത് തന്നെ ഒരു 4 എണ്ണം അങ്ങോട്ട് വാങ്ങിച്ചേച്ചി. സാധാരണ ഞാൻ സിംഗ മൈലാഞ്ചി മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചതാണ്. ഈ ഒരു കല്യാണം പ്രമാണിച്ച് എന്തൊക്കെ കാര്യത്തിൽ നമ്മളൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടോ അതൊക്കെ കൊളായിട്ടുണ്ട്. അത് ഡ്രസ്സിൻ്റെ ആണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും. അപ്പോൾ മൈലാഞ്ചി നല്ലൊരു പണി തന്ന്. തൽക്കാലം ഞങ്ങളിതൊന്ന് മെൽട്ടാവുമെന്ന് അറിയാൻ വേണ്ടി കുറേ നേരം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ്. ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ ഇട്ടിച്ച്. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. അത് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ ട്രൈ ചെയ്ത് ഇടാൻ പറ്റുമോ, ഹോളൊക്കെ കുറച്ച് വലുതാക്കിയിട്ടൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. കാരണം സമയം ഉണ്ടായിരുന്നില്ല. മോനെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മോനക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പോകണം, അവന് കരയുമ്പോൾ അവനെ സെറ്റാക്കണം, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയോട്ട്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ട് 2 സിങ് മൈലാഞ്ചി ട്യൂബ് വാങ്ങിച്ച്. അങ്ങനെ ഞങ്ങൾ വീണ്ടും സിങ്ങിലോട്ട് തന്നെ എത്തിയിട്ട് ഗൈസ്. അപ്പോൾ ഒരു കൈ ഫില്ലായപ്പോൾ ഞങ്ങൾ എന്ത് വേണ്ടത്, കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ തേച്ചിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ മൈലാഞ്ചിയുടെ മുകളിൽ വെളിച്ചെണ്ണ തേച്ചിട്ടാണ് നന്നായിട്ട് ചോക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ശരിയാണ്, നന്നായിട്ട് ചോത്തു. ഇനി വെളിച്ചെണ്ണയുടെ പ്രത്യേകത കൊണ്ടാണോ ഇനി എൻ്റെ കൈയുടെ പ്രത്യേകത കൊണ്ടാണോ മൈലാഞ്ചിരി ആണോ എന്ന് എനിക്കറിയില്ല. സംഭവം നല്ല കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഒരു കൈയുടെ ഫൈനൽ ലുക്ക്. 2 കൈയുടെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരു കൈയുടെ അകവും പുറവും ഞാൻ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ മോൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് പോകുന്നുണ്ട്, മോളെ കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നെ വേറൊരാളപ്പുറത്ത് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരാൾ മൈലാഞ്ചി ഇട്ടതാണ് ഈ കണ്ണിട്ട. താത്താടെ മോൾക്ക് 2 കൈയിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ മാറി മാറിയിട്ടിട്ടായിരുന്നു. ഞാനൊരു കൈയിടും, പിന്നെ അവളൊരു കൈയിടും. അപ്പോൾ ഞാനിടുന്ന സമയത്ത് എൻ്റെ കുട്ടീനെ അവൾ നോക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മൈലാഞ്ചിയുടെ ഫൈനൽ ലുക്ക്. നല്ല ഡ്രസ്സല്ലേ കാണാൻ. എനിക്ക് മൈലാഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇടുകയാണെങ്കിൽ കൈ നിറച്ച് വേണം, ഇല്ലെങ്കിൽ പിന്നെ ഇടണ്ട. അതാണ് എൻ്റെ പോളിസിയുടെ. അപ്പോൾ ഞാനിതാ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. സാധാരണ മൈലാഞ്ചി ഇടാൻ പോയാൽ ഞാൻ ഐശുട്ടിയും എന്നും ഇടിയായിരിക്കും. കാരണം ഉമ്മച്ചിക്ക് കൂടുതലുണ്ട്, എനിക്ക് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്തവണ അതെല്ലാം ഉണ്ടായില്ല. ടെൻസിലായതുകൊണ്ട് തന്നെ ഐശുട്ടിയുടെ കയ്യിൽ നിറച്ച് മൈലാഞ്ചി ഉണ്ടായിരുന്നു. അവളും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ഞങ്ങളൊരു വലിയ ചീത്ത പ്രതീക്ഷിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. കാരണം അവൾ സുബൈക്ക് ഇറങ്ങിക്കണം മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. വൈകിട്ട് ഏകദേശം ഒരു 4 മണിയായിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കണം, നിങ്ങൾ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുവിധം എല്ലാവരും മാനേജാക്കി. കുട്ടിയുടെ പേര് പറഞ്ഞ് ചാടിയതട്ടാ. കുട്ടി കരയുണ്ടാകാൻ മൈലാഞ്ചിയുടെ ലേറ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് തലേ ദിവസം ഒരു ദോൽക്കിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദോൽക്കിനായിട്ടിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. അത് തലേദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്ന് ബറാത്തിൻ്റെ നോമ്പും കൂടി ആണ് കേട്ടോ. അപ്പോൾ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു നോമ്പ് തറ, ഒരു തട്ടിക്കൂട്ടി നോമ്പ് തറ അതിൻ്റെ ഇടയിൽ കൂടെ നടത്തി. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡ്രസ്സൊക്കെ മാറാൻ. ഇന്നാണ് നമ്മുടെ തലേ ദിവസം വരുന്നത് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമ്മൾ വെഡ്ഡിങ് സീരീസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.